ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗ്ലോറി ടു ഗോഡ് ആൻഡ് ഗ്രീറ്റിംഗ്സ് ടു ഓൾ ഇൻ ജീസസ് പ്രഷ്യസ് നെയിം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എത്രയും ആദരവും ബഹുമാനമുള്ള അഭിമന്യ അലക്സാണ്ടർ തിരുമേനി, മദ്രാസ് ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബിജി മാമനച്ചൻ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോണം പ്രസാദ് അച്ഛന്, അതുപോലെ വർഗീസ് ഫിലിപ്പച്ചന്, ഈ സൂം മീറ്റിംഗിൽ കൂടെ പങ്കെടുക്കുന്ന എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠരെ, സുവിശേഷന്മാരെ, സേവനിമാരെ, മദ്രാസ് ഇടവകയിലെ വിശ്വാസ സമൂഹമേ, ലോകമെമ്പാടും ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ തത്സമയ സംപ്രേഷണത്തിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവജനത്തിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച മദ്രാസ് ഇടവകയോടും വികാരിയോടും സെക്രട്ടറിയോടും എല്ലാ കമ്മിറ്റി അംഗങ്ങളോടും നന്ദി സ്നേഹവും ഒരു പ്രാവശ്യം കൂടെ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. മനോഹരമായ ഗാനങ്ങൾ പാടിയ ഗായക സംഘത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി പാടുവാൻ നിങ്ങളെ ദൈവം യോഗ്യരാക്കിയല്ലോ, ബലപ്പെടുത്തിയല്ലോ. അതിനായി കർത്താവിനെ സ്തുതിക്കുകയും ദൈവം നിങ്ങളെ തുടർന്നും കർത്താവിന്റെ നാമത്തിന് വേണ്ടി പാടുവാൻ നിങ്ങളെ ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട സെക്രട്ടറി എന്നെ ക്ഷണിക്കുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്ത് ഓർത്തോളം നന്ദി സ്നേഹവും അറിയിക്കുന്നു. വൈസ് പ്രസിഡന്റ് തമ്പിച്ചാന് നന്ദി അറിയിക്കുന്നു. ഇടവക കമ്മിറ്റി മെമ്പേഴ്സുള്ള നന്ദി സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രത്യേകമായിട്ട് മനോഹരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത നിഷ സഹോദരി, പ്രാർത്ഥി സഹായിച്ച സഹാജൻ സഹോദരന്, അതുപോലെ മനോഹരമായ വേദഭാഗം വായിച്ച ജെറുഷ്യ, അവരോടൊക്കെയുള്ള നന്ദി സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവ തിരുവചനത്തിന് മുൻപാകെ കടന്നു വരുവാൻ ദൈവം നമുക്ക് വീണ്ടും തന്ന ഈ ഞായറാഴ്ചയുടെ സായം സന്ധ്യയ്ക്കായിട്ട് ദൈവമായ കർത്താവിന് 1000-10,000 സ്തോത്രങ്ങള്, സ്തുതികള് ഞാൻ സമർപ്പിക്കുകയാണ്. തിരുവചനവുമായിട്ട് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് എനിക്ക് യോഗ്യത തന്ന, എന്നെ അതിന് അനുവദിച്ച എൻ്റെ സ്വർഗീയ തമ്പുരാന് ഞാൻ ആദ്യമായി നന്ദികളെ കരയറ്റട്ടെ. ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ തിരുവചന ഭാഗം, പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും ഉള്ള ഈ 66 പുസ്തകം അടങ്ങിയ വിശുദ്ധ വേദപുസ്തകവുമായിട്ട് നിൽക്കുവാൻ എന്നെ ബലപ്പെടുത്തിയ സർവശക്തനെ ഞാൻ സ്തുതിക്കുന്നു. പഴയ നിയമത്തില് പുതിയ നിയമത്തിലും കൂടെ 1189 അധ്യായങ്ങളുള്ള, പഴയ നിയമത്തില് 929 അധ്യായങ്ങളുള്ള, പുതിയ നിയമത്തില് 260 അധ്യായങ്ങളുള്ള, മൊത്തം 1189 അധ്യായങ്ങളുള്ള, ആകെ 31,072 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകവുമായി നിൽക്കുവാൻ എനിക്ക് യോഗ്യത തന്ന, എനിക്ക് അവകാശം തന്ന, പദവി തന്ന സർവേശ്വരന് ഞാൻ സ്തുതിക്കട്ടെ. ഈ തിരുവചനം ഒരു അത്ഭുതമാണ്. ലോകാത്ഭുതങ്ങൾ 7 ഉണ്ടല്ലോ, എന്നാൽ വേദപുസ്തകവും ഒരു അത്ഭുതമാണ്. Why it is one of the wonders of the world, and the Bible is one of the wonders of the world, and it has 7 wonders in it. ഈ തിരുവചനത്തിൽ 7 അത്ഭുതങ്ങളുണ്ട് പ്രിയമുള്ളവരെ. Number 1, it is a wonder of its formation. ഇതിന്റെ രൂപീകരണം ഒരു അത്ഭുതകരമാണ്. Secondly, the unification of the Bible is a wonder. ഇതിന്റെ രൂപീകരണവും ഇതിന്റെ ഏകീകരണവും ഒരു അത്ഭുതമാണ്. 1500 പരം വർഷങ്ങൾ കൊണ്ട് 40 പരം എഴുത്തുകാര് 3 വൻകരയിൽ ഇരുന്നു കൊണ്ട്, ആദ്യത്തെ എഴുത്തുകാരന് അവസാനത്തെ എഴുത്തുകാരനെ അറിയത്തില്ലെങ്കിലും ആത്മാവിൽ നിറഞ്ഞ് ആദ്യത്തെ എഴുത്തുകാരൻ തുടങ്ങിയെങ്കിൽ ആത്മാവിൽ നിറഞ്ഞ് അവസാനത്തെ എഴുത്തുകാരൻ അവസാനിപ്പിക്കുമ്പോഴും ഒരു വൈരുദ്ധ്യങ്ങളും ഇല്ലാതെ ഒന്നിനോടൊന്ന് പൂരകമായി എഴുതപ്പെട്ട ഈ തിരുവചനം ഇന്ന് നമ്മുടെ കരങ്ങളിലേക്ക് തന്ന ദൈവത്തിന് സ്തോത്രം പറയുകയും അതൊരു വലിയ അത്ഭുതകരമായി കാണുകയും ഞാൻ ചെയ്യുകയാണ്. മൂന്നാമതായിട്ട് ദി വണ്ടർ ഓഫ് ഇറ്റ്സ് ഏജ്. ഇതിന്റെ പ്രായം ഒരു അത്ഭുതമാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പുസ്തകം, ദി ഏൻഷ്യന്റ് ഓഫ് ഓൾ ബുക്സ് ഈസ് എ ഹോളി ബൈബിൾ. ആ പുസ്തകത്തിന് മുമ്പാകെ ഇരിപ്പാനായിട്ട് ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. നാലാമതായിട്ട് ദി വണ്ടർ ഓഫ് ഇറ്റ്സ് സെയിൽ. ലോകത്തിലെ ഇന്ന് എല്ലാ സമയങ്ങളിലും എല്ലാ കാലങ്ങളിലും ഇന്ന് ഞാൻ നിങ്ങൾ ഇരിക്കുന്ന ഈ സമയം വരെയും ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകമാണ്. Therefore it is a wonder and the wonder of its seal. Then അഞ്ചാമതായിട്ട് the wonder of its interest. ഇതിന്റെ താല്പര്യം, എല്ലാവർക്കും വായിക്കുവാൻ ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. നമുക്കറിയാം, ദരിദ്രനും പണക്കാരനും ധനവാനും വലിയവനും ചെറിയവനും യുവാക്കന്മാരും യുവതികളും ബാലന്മാരും വൃദ്ധന്മാരും എല്ലാവരും കയ്യിലേന്തി വായിക്കുന്ന ഒരു പുസ്തകം
ലോകത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകമാണ്. ദി വണ്ടർ ഓഫ് ഇറ്റ്സ് ഇൻട്രസ്റ്റ്, അതിന്റെ താല്പര്യം ഒരു അത്ഭുതം തന്നെയാണ്. മാത്രമല്ല ദി വണ്ടർ ഓഫ് ഇറ്റ്സ് ലാംഗ്വേജ്, ഇതിന്റെ ഭാഷ ഒരു അത്ഭുതമാണ്. പഴയ നിയമം എബ്രായ ഭാഷയിലും പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലും അതുപോലെ തന്നെ മറ്റ് അരാമിക് ഭാഷകളിൽ എഴുതിയ ഈ മനോഹരമായ പുസ്തകം ലോകത്തിൽ നിന്ന് അനേക ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭാഷയിലും അതെത്തി നമുക്ക് ഇന്ന് അതിൽ ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നൽകിയ ഭാഗ്യത്തിനായി ഞാൻ സ്തുതിക്കുകയാണ്. ദി വണ്ടർ ഓഫ് ഇറ്റ്സ് ലാംഗ്വേജ് ഈസ് എ വണ്ടർ ഇറ്റ്സെൽഫ്. ആൻഡ് സെവന്ത്ലി ദി വണ്ടർ ഓഫ് ഇറ്റ്സ് പ്രിസർവൻസ്, ഇതിന്റെ സൂക്ഷിപ്പ് ഒരു അത്ഭുതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിലെ രാജാക്കന്മാരും ലോകത്തിലെ സിംഹാസനങ്ങളിലിരുന്ന നേതാക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെ ഇതിനെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിനെ നശിപ്പിച്ചവരൊക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. എന്നാൽ ഇന്നും നിലനിൽക്കുന്ന ജീവനുള്ള വചനം, ചൈതന്യമുള്ള വചനം, മാറാത്ത വചനം, ചുറ്റികയായിരിക്കുന്ന വചനം, തീയായിരിക്കുന്ന വചനം, ആ വചനത്തിന് മുൻപാകെ നിൽക്കുവാൻ ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം തന്ന കർത്താവിന് സ്തോത്രം. അത് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, അത് കേൾക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ആ ഭാഗ്യാവസ്ഥ ഇന്ന് നമുക്ക് തന്ന ദൈവത്തിന് 1000 സ്തോത്രം പറയട്ടെ. ഇത് വായിക്കുമ്പോൾ വേദനകൾ മാറും, ഇത് ധ്യാനിക്കുമ്പോൾ പ്രതികൂലങ്ങൾ മാറും, ഇത് ധ്യാനിക്കുമ്പോൾ ജീവിതത്തിന് മാറ്റങ്ങൾ, രൂപാന്തരങ്ങൾ കടന്നു വരുന്നു. ലോക ചരിത്രത്തിലെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയ ഒരു പുസ്തകമുണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് ജീവനും ചൈതന്യമുള്ള ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ നമ്മൾ ഇത് വായിച്ചു കഴിയുമ്പോൾ ഉടനെ പാടും, എന്താ, നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും, കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാൽ നിൻ വചനം, ആഴിയതിൽ ഓളങ്ങളാൽ ഞാൻ മുന്നോട്ട് കടന്നു പോകുമ്പോ എൻ പടകിൽ കടന്നു വന്ന് എന്റെ പടകിന്റെ അമരക്കാരനായിരിക്കുന്ന കർത്താവേ എന്ന് നാം പാടുമ്പോ ഈ ജീവനുള്ള വചനത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അഗോചരമായിരിക്കാൻ കർത്താവിനെ സ്തുതിക്കാം. നിൻ വചനം ധ്യാനിക്കുമ്പോ എൻ ഹൃദയം ആശ്വസിക്കും, കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാൽ നിൻമൊഴികൾ, കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. ഈ തിരുവചനത്തിന് മുമ്പാകെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയോടെ ഇരിക്കാം. ദൈവമേ, ഈ വചനം കർത്താവെ പ്രസംഗകനെ ഇവാലുവേറ്റ് ചെയ്യുവാനായിട്ടല്ല, നിന്റെ വചനം ഞങ്ങളോട് ഇന്ന് വ്യക്തമായിട്ട് ഇടപെടുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. We will go back to what we have stopped, what we have studied yesterday. നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് തിരിക്കാം. The topic of our ധ്യാനയോഗം was, or meditation was, confused heart and a comfort in Christ. കലങ്ങിയ ഹൃദയവും കരുതുന്ന ഒരു കർത്താവും ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവും. And we took this topic from the gospel according to St. John chapter 14. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ചിന്ത നാം ഇന്നലെ ചിന്തിച്ചു. ഇന്ന് അതിന്റെ ബാക്കി എന്നോളം നമുക്ക് ചിന്തിക്കാൻ പ്രിയമുള്ളവരെ. ഇന്നലെ നമ്മൾ ഒന്നാമായിട്ട് ചിന്തിച്ചത് because of the troubled heart, perplexed heart and discouraged heart, the Lord has promised 4 promises. ദൈവം 4 അനുഗ്രഹങ്ങള് തന്റെ മക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. And we studied only one and read only one yesterday. That was the promises of heaven. സ്വർഗത്തിന്റെ വാഗ്ദാനങ്ങള് കലങ്ങിയ ഹൃദയത്തിന് സന്തോഷവും ആനന്ദവും നൽകുന്നുവെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമ്മൾ ചിന്തിച്ചത് വാട്ട് ഈസ് ഹെവൻ, സ്വർഗം എന്നാൽ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചത് ഹെവൻ ഈസ് എ പെർഫെക്റ്റ് പ്ലേസ്, പൂർണ്ണതയുടെ ഒരു സ്ഥലം ലോകത്തിലോ അല്ലെങ്കിൽ ലോക ചരിത്രത്തിലോ ഉണ്ടെങ്കിൽ അത് സ്വർഗമാണെന്ന് നമ്മൾ ചിന്തിച്ചു. മൂന്നാമതായിട്ട് നമ്മൾ ചോദിച്ചു വാട്ട് വി വിൽ ഡു ഇൻ ഹെവൻ, സ്വർഗത്തില് നാം എന്തു ചെയ്യും. നാലാമതായിട്ട് ഫോർത്തിലി വി സ്റ്റഡീഡ് ദി റോഡ് ടു ഹെവൻ, സ്വർഗത്തിലേക്കുള്ള വഴി എന്താണെന്ന് നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. And today we will move and turn our attention to Gospel of John chapter 14 verses 12 to 14.
രണ്ടാമതായിട്ട് കർത്താവ് പ്രോമിസ് ചെയ്ത കലങ്ങിയ ഹൃദയങ്ങൾക്ക് ദൈവം പ്രോമിസ് ചെയ്ത രണ്ടാമത്തെ പ്രോമിസ്, ദ പ്രോമിസ് ഓഫ് ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങള് നൽകാമെന്നുള്ള ദൈവത്തിന്റെ പ്രോമിസ് ആണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാമതായിട്ട് 14-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളില്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ജോൺ ചാപ്റ്റർ 14:12-14, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. And that is already we read when Jerusha was read that scripture portion. അത് നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷിൽ വായിച്ചതാണല്ലോ. കർത്താവ് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങൾ നൽകും, അനുഗ്രഹങ്ങൾ നൽകും. അവിടെ പറഞ്ഞിരിക്കുന്നത്, ആ അനുഗ്രഹങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്, എന്നിൽ വിശ്വസിപ്പിൻ, ഹാവ് ഫെയ്ത്ത് ഇൻ മീ, എന്നിൽ നിങ്ങൾ വിശ്വസിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് ആമേൻ ആമേൻ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഞാൻ വിശ്വസിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇഫ് യു ഹാവ് ഫെയ്ത്ത് വാട്ട് യു വിൽ ഡു. അവിടെ പറഞ്ഞിരിക്കുന്നത് യു വിൽ ഡു വാട്ട് ഐ ഹാവ് ബീൻ ഡൂയിങ്, ഞാൻ ചെയ്തത് നിങ്ങളും ചെയ്യും. രണ്ടാമതായിട്ട് യേശു പറഞ്ഞു യു വിൽ ഡു ഈവൻ ഗ്രേറ്റർ തിങ്സ് ദാൻ ദിസ്, ഇതിലും വലിയത് നിങ്ങൾ ചെയ്യുമെന്ന്. അതെന്താണ്? വാട്ട് ഡിഡ് ജീസസ് മീൻ ബൈ ദാറ്റ് സ്റ്റേറ്റ്മെന്റ്? ഞാൻ ചെയ്തതിലും കൂടുതൽ നിങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ. ഇഫ് യു ഹാവ് ഫെയ്ത്ത് ഇൻ മീ you will do what I have been doing, and if you have faith in me you will do even greater things than this, ഇതിലും വലിയത് നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു കർത്താവ് പറഞ്ഞ് അവരോട് പറഞ്ഞിട്ടുണ്ട്. what you need is faith. നിങ്ങൾക്ക് വേണ്ടത് വിശ്വാസമാണെന്ന് യേശു പറഞ്ഞു. യേശു അത് പറയുമ്പോൾ you will do what I have been doing എന്ന് പറഞ്ഞാൽ, സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ യേശു എന്താ ചെയ്തത്? നമുക്കറിയാം, യേശു ചെയ്തത് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയായത്. No, he preached the kingdom of God and he preached the message of repentance and affirmed his message by doing miracles. താൻ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കർത്താവ് മാനസാന്തരത്തിന്റെ പ്രസംഗം പ്രസംഗിച്ചു. കർത്താവായ യേശു ക്രിസ്തു തന്റെ പ്രസംഗങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നതിനായിട്ട്, സ്ഥാപിക്കുന്നതിനായിട്ട് താൻ അത്ഭുതങ്ങൾ ചെയ്തതായിട്ടും നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിലും വലിയ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വാട്ട് ഡസ് ഇറ്റ് മീൻ? കർത്താവ് പറയുന്നത്, കർത്താവ് പാലസ്തീനില് അല്ലെങ്കിൽ ഇസ്രായേലിൽ മാത്രം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, ശിഷ്യന്മാരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങള് യെരുശലേമിൽ മാത്രമല്ല, നിങ്ങള് യഹൂദയിൽ മാത്രമല്ല, ശമരിയയിൽ മാത്രമല്ല, ലോകത്തിന്റെ അറ്റത്തോളം ഹല്ലേലൂയ എന്റെ സാക്ഷികളാകും. You will do what I have been doing and you will do even greater things than this. ഞാൻ പ്രസംഗിച്ചത് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലുമാണെങ്കിൽ, നിങ്ങളെ ഞാൻ അയക്കുന്നു, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കടന്നുപോയി രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കണം, മാനസാന്തരത്തിന്റെ സുവിശേഷം പ്രസംഗിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യു വിൽ ഡു വാട്ട് ഐ ഹാവ് ബീൻ ഡൂയിങ് ആൻഡ് യു വിൽ ഡു ഈവൻ ഗ്രേറ്റർ തിങ്സ് ദാൻ ദിസ്. നമ്മള് വേദപുസ്തകം പഠിക്കുകയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ, സുവിശേഷങ്ങൾ റെക്കോർഡ് ചെയ്തതിനെക്കാട്ടിൽ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് ഒറ്റ സമയത്ത് രക്ഷിക്കപ്പെട്ട സ്നാനമേറ്റത് പത്രോസിന്റെ പ്രസംഗത്തില. അത്രയും പേര് യേശുവിന്റെ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ടതായിട്ട് നമുക്ക് റെക്കോർഡില്ല. അതുകൊണ്ട് യേശു പറയുകയാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ യു വിൽ ഡു വാട്ട് ഐ ഹാവ് ബീൻ ഡൂയിങ്. ഞാൻ ചെയ്തത് നിങ്ങൾ ചെയ്യും, ഞാൻ ചെയ്തതിൽ കൂടുതലും നിങ്ങൾ ചെയ്യും. അത് മാത്രമല്ല, പത്രോസ് അപ്പോസ്തലന് തന്റെ പ്രസംഗത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെ തുടർന്നുകൊണ്ടേയിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. No, the mighty works of conversion has been continued by the disciples. സുവിശേഷം എല്ലായിടത്തും ഘോഷിക്കപ്പെട്ടു. 12 അപ്പോസ്തലന്മാര് ലോകത്തിന്റെ വിഭാഗങ്ങളിലേക്ക് സുവിശേഷവുമായിട്ട് കടന്നു വന്നു. നമുക്കറിയാം, ഈ കാലത്ത്
യശസ്വരീനായ ഡോക്ടർ ബില്ലി ഗ്രഹാമിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരോട് സുവിശേഷം പ്രസംഗിച്ച ഒരു മനുഷ്യൻ. യേശു പറഞ്ഞ വാക്ക് എത്ര വലുതായിരുന്നു. യു വിൽ ഡു വാട്ട് ഐ ഹാവ് ബീൻ ഡൂയിങ് ആൻഡ് യു വിൽ ഡു ഗ്രേറ്റർ തിങ്സ് ആൻ മീ. നിങ്ങൾക്ക് എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ എന്റെ ചുവട് പിൻപറ്റുകയാണെങ്കിൽ, നിങ്ങൾ എന്നെക്കാട്ടിൽ വലുതും ചെയ്യും. പത്രോസ്, നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലെ പത്രോസ് ദേവാലയത്തിലേക്ക് 9-ാം മണി നേരത്തേക്ക് യാത്ര ചെയ്യുമ്പോ കുരുടനായ പിറവിയിലെ കുരുടനായ മനുഷ്യൻ തന്റെ മുന്നിലേക്ക് കൈ നീട്ടിയപ്പോൾ പത്രോസ് പറഞ്ഞു, ലുക്ക് അൻടു us, ഞങ്ങളെ നോക്കാൻ, ഞങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നോക്കണ്ട. ഡോണ്ട് ലുക്ക് അറ്റ് our purse, ഞങ്ങളുടെ പേഴ്സിൽ നോക്കണ്ട. ലുക്ക് അൻടു our face, it is a reflection of Jesus saving grace. ഞങ്ങളുടെ മുഖത്ത് യേശുവിന്റെ രക്ഷയുടെ കൃപയുണ്ടെന്ന്. ലുക്ക് അൻടു our face. എന്നിട്ട് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് തരുന്നു. നസറേയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. വലം കൈ കൊടുത്ത് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ നരിയാണി ഉറച്ചവനായി നടന്നും പ്രൈസ് ദി ലോർഡ് തുള്ളിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കണം. യു വിൽ ഡു ഗ്രേറ്റർ ദാൻ വാട്ട് ഐ ഹാവ് ഡിഡ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. സ്വർഗരാജ്യത്തിന് വേണ്ടി നിങ്ങൾ വലുതും ചെയ്യും എന്ന് കർത്താവ് പ്രഖ്യാപിച്ചു. എന്റെ ദൈവജനമേ, ഇന്ന് ഞാൻ പറയട്ടെ, ഡു വി ഹാവ് ദാറ്റ് സെയിം ഫെയ്ത്ത് ഓഫ് അപ്പോസ്റ്റൽ പീറ്റർ, അപ്പോസ്റ്റൽ പോൾ, അപ്പോസ്റ്റൽ ജോൺ? ഇങ്ങനെയുള്ള അപ്പോസ്റ്റലന്മാരുടെ വിശ്വാസം നമുക്കിന്നുണ്ടോ? ഒരിക്കലും ഒരു മനുഷ്യന് പറഞ്ഞു, ഏതായാലും വെള്ളിയും പൊന്നും ഒന്നും ഇല്ലെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ പള്ളിയിലൊക്കെ ആവശ്യം പൊന്നും വെള്ളിയും സമ്പത്തും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പത്രോസ് യോഹന്നാനും പറഞ്ഞതുപോലെ വെള്ളിയും പൊന്നും ഒന്നും ഇല്ലെന്ന് പറയാനുള്ള ഗതികേടൊന്നും നമുക്കില്ല. നമ്മുടെ പള്ളിക്ക് ഇഷ്ടംപോലെ സമ്പത്തുണ്ടെന്നൊരു മനുഷ്യൻ അവിടുത്തെ ഒരു പ്രായമുള്ള മനുഷ്യനോട് പറഞ്ഞപ്പം ആ പ്രായമുള്ള അപ്പച്ചൻ മറുപടി പറഞ്ഞു, ശരിയാണ്, നമുക്ക് സമ്പത്തുണ്ട്, നമുക്ക് വെള്ളിയുണ്ട്, നമുക്ക് പൊന്നുണ്ട്, പക്ഷെ ഒന്നും നമുക്കില്ല. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറയാനുള്ള ധൈര്യം നമുക്കില്ലാതെ പോയി എന്ന് ആ വലിയ അപ്പച്ചൻ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ടുഡേ വാട്ട് ദ ചർച്ച് നീഡ് ഈസ് എ സ്ട്രോങ് ഫെയ്ത്ത് where we command in the name of Jesus that people may be healed and people may be transformed. ജീവിതത്തിൽ നിരാശയുള്ളവൻ, പ്രതികൂലമുള്ളവൻ, ഹല്ലേലൂയ, അവൻ കർത്താവിന്റെ ഭാഗത്തേക്ക് കടന്നു വന്ന് രക്ഷിക്കപ്പെട്ട് പ്രൈസ് ദി ലോർഡ് ജീവിതത്തെ രൂപാന്തരം പ്രാപിച്ച് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ പറയുന്ന ശക്തി നമുക്ക് വേണം. പ്രിയമുള്ളവരെ, COVID-19 കാലത്ത് നിരാശരായി നാം വീട് കണ്ട മൂലയിൽ ഇരിക്കാനുള്ള സമയമല്ലിത്. We need more faith and tell our people who are in distress. ഈ മഹാമാരിയുടെ കാലത്ത് വിഷാദ രോഗത്തിലും നിരാശയിലുമായിരിക്കുന്ന സമൂഹത്തെ ഫോൺ ചെയ്ത് ഒരു മെസ്സേജ് അയച്ച്, ഒരു വാട്സപ്പ് മെസ്സേജ് കൊടുത്ത് അവനെ ഒരു മെസ്സേജ്, ഒരു ദൈവിക ദൂതിന്റെ മെസ്സേജ് ഒരു അക്രൈസ്തവൻ അയച്ചു കൊടുത്തിട്ട് യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്നെ കരുതും, യേശു നിന്നെ കൈവിടുകയില്ല, യേശു നിന്നെ ഉപേക്ഷിക്കുകയില്ല, യേശു ലോകാവസാനത്തോടെ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് ശക്തമായ വിശ്വാസത്തിന്റെ സന്ദേശങ്ങൾ അറിയിക്കാൻ വീട്ടിലിരുന്നും നമുക്ക് കഴിയും എന്ന് നാം ഓർത്തുകൊള്ളണം. യേശു പറഞ്ഞു, ഇഫ് യു ഹാവ് ഫെയ്ത്ത് യു വിൽ ഡു ഗ്രേറ്റർ തിങ്സ് ദാൻ മീ. എന്നിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് യേശു പറഞ്ഞു. രണ്ടാമതായിട്ട് യേശു എന്താ പറഞ്ഞത്? ഒന്ന് പറഞ്ഞു, ഹാവ് ഫെയ്ത്ത് ഇൻ മീ, എന്നിലും നിങ്ങൾ വിശ്വസിക്കണം. രണ്ടാമതായിട്ട് യേശു പറഞ്ഞു, ആസ്ക് ഇൻ മൈ നെയിം, നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. മറ്റൊരിടത്ത് യോഹന്നാൻ 16:24 യേശു ഒരു കംപ്ലൈന്റും പറഞ്ഞു, നിങ്ങൾ എന്നോട് ഇന്നും ചോദിക്കുന്നില്ല, നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുന്നില്ല, യു ആർ നോട്ട് ആസ്കിങ്, നിങ്ങൾ ചോദിക്കുന്നില്ല, നിങ്ങൾ അപേക്ഷിക്കുന്നില്ല എന്ന് യേശു പരാതി പറഞ്ഞതായിട്ട് നാം അറിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയൊക്കെ എങ്ങനെയുണ്ട്? ആർ വി ആസ്കിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്? ഡു വി ഹാവ് എ ബാലൻസ്ഡ് പ്രേയേഴ്സ്? നമ്മുടെ ജീവിതത്തിൽ ഒരു ബാലൻസ്ഡ് പ്രേയർ തിയോളജി ഉണ്ടോ? യേശു ഒരിക്കൽ പറഞ്ഞു, യു ആസ്ക് ഇൻ മൈ നെയിം. എന്നിട്ട് അടുത്ത അധ്യായത്തിൽ 16 യേശു പറഞ്ഞു, യു ആർ നോട്ട് ആസ്കിങ് എനിത്തിങ്. നിങ്ങൾക്ക് പ്രാർത്ഥനയില്ലല്ലോ. കോവിഡ് ആകുമ്പോൾ അതിന് മൂലക്കിരിക്കുകയാണ്, ഒരു മൊബൈൽ ഫോൺ എടുത്ത് മാന്തിക്കൊണ്ടിരിക്കുക. എത്ര സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നുണ്ട്? How many times we spend time in prayer?
ഡു വി ഹാവ് എ ബാലൻസ് ആറ്റിറ്റ്യൂഡ് ഓഫ് പ്രയർ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും തരുമെന്ന്. എന്ത് ചോദിച്ചാലും തരുമോ? വിൽ വി ഗെറ്റ് ഓൾ വാട്ട് വി ആസ്ക്? ഈ വാക്യം മാത്രം എടുത്തുകൊണ്ട് എല്ലാം തരുമെന്ന് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. There are lot of statements Jesus himself made about prayer. യേശു തമ്പുരാൻ തന്നെ തന്റെ ഐഹിക കാലത്ത് പ്രാർത്ഥനയെ പറ്റി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. We should put everything together. Then we should develop a balanced prayer theology. പ്രാർത്ഥനയെ പറ്റിയുള്ള യേശുവിന്റെ പഠിപ്പ് മുഴുവനും നാം ക്രോഡീകരിക്കേണ്ടത് ആവശ്യമുണ്ട്. Prayer has 3 answers. പ്രാർത്ഥനയ്ക്ക് 3 ഉത്തരമുണ്ട്. 1 yes, 2 no, 3 wait. പ്രാർത്ഥനയ്ക്ക് 3 ഉത്തരങ്ങളേ ഉള്ളൂ. 1 ഞാൻ തരാം, 2 തരത്തില്ല, 3 നീ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അത് കർത്താവ് പ്രാർത്ഥനയെ പറ്റി പറഞ്ഞ ഒരു വാക്യം മാത്രമാണ്. മറ്റു പലതും പ്രാർത്ഥനയെ പറ്റി യേശു പറഞ്ഞിട്ടുണ്ട് എന്ന് നാം ഓർക്കണം. ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ യോനാ പ്രവാചകനോട് നിനവയിൽ പോയി പിന്നെ പ്രസംഗിക്കാനായിട്ട് പറഞ്ഞു. യോനായ്ക്ക് നിനവയെ പറ്റിയുള്ള ചിന്തയും അതുപോലെ തന്നെ ദൈവത്തിന് യോനാന് നിനവയുടെ ചിന്തയും വ്യത്യസ്തമായിരുന്നു. ഇറ്റ് വാസ് ഡിഫറെന്റ്. യോന ആഗ്രഹിച്ചത് നിനവെ നന്നാണെന്നൊന്നും അല്ലായിരുന്നു. പക്ഷെ ദൈവം ആഗ്രഹിച്ചത് നിനവേക്കാർ മാനസാന്തരപ്പെട്ട് അവര് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെന്നാണ്. ഏതായാലും ഒരു കാര്യം ശരിയാണ്, നിനവേക്കാർ മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹിച്ചില്ലേലും ഈ യോനായെ കൊണ്ട് പ്രസംഗിപ്പിച്ച് അവരെ മാനസാന്തരപ്പെടുത്തി. യോന മാനസാന്തരപ്പെട്ടോ ഇല്ലോ നമുക്ക് അറിയത്തില്ല. കാരണം 4-ാം അധ്യായത്തില് ദൈവവും യോനായും തമ്മില് ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്ന് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്. യോനായെ പിന്നെ മാനസാന്തരപ്പെട്ടോ യോനായെ പറ്റി നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ഇന്നും പലരും അങ്ങനെ ഉണ്ട്. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുക, പക്ഷെ മനസ്സിലിരിക്കുന്നത് വ്യത്യസ്തമായ ചിന്തകളാണ്. ഏതായാലും ക്രിസ്തീയ പ്രവർത്തകരോട്, ക്രിസ്തീയ വിശ്വാസികളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങള് ചോദിക്കണം. ആസ്ക് ഇൻ മൈ നെയിം, ആസ്ക് ഇൻ മൈ നെയിം, യു ഷുഡ് ഹാവ് ഫെയ്ത്ത്. വിശ്വാസത്തോടെ നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കണോ? ഇത് പറയുന്ന അല്ലെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നവൻ ആ വിശ്വാസം ഇല്ല, പിന്നെ എന്തോ ചോദിക്കാനാ? പണ്ട് സൺഡേ സ്കൂളിൽ ഈ യോനായുടെ കഥ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം അധ്യാപക സൺഡേ സ്കൂൾ വിദ്യാർത്ഥിനോട് പറഞ്ഞു, മോളെ നിനക്ക് വിശ്വാസം വല്ലതും ഉണ്ടോ? ഈ യോനായെ ഈ മത്സ്യം വിഴുങ്ങിയെന്നും ഈ മത്സ്യത്തിന്റെ പിന്നെ വയറ്റിൽ ഇദ്ദേഹം 3 ദിവസം ഇരുന്നെന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ മോളെ? സൺഡേ സ്കൂൾ കൊച്ചിനോട് ചോദിക്കുക, വിശ്വസിക്കാൻ പറ്റുമോ മോളെ? അവള് പറഞ്ഞു, വിശ്വസിക്കാൻ എന്താ കുഴപ്പം? എന്നാലും മോളെ 3 ദിവസമൊക്കെ എങ്ങനെയാ ഈ മത്സ്യത്തിന്റെ വയറ്റിലിരുന്നത്? അപ്പൊ ആ കൊച്ചു പറഞ്ഞു, അതെന്നാ കുഴപ്പം? ഇരുന്നെ വ്യവസ്ഥയല്ലേ പറഞ്ഞിരിക്കുന്നത്. 3 ദിവസം കഴിഞ്ഞ് യോന വെളിയിൽ വന്നെന്ന് മത്സ്യം ഛർദ്ദിച്ച് കരയിൽ വന്ന് ബൈബിളിൽ പറയുന്നത്, പിന്നെ ടീച്ചറിന് എന്നാ പ്രയാസം? എന്നാലും മോളെ അതങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അവസാനം അധ്യാപകയും വിദ്യാർത്ഥിയും തമ്മിൽ കൺഫ്യൂഷനായി. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ആകപ്പാടെ ചിന്താ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയപ്പം അവരൊരു കൺക്ലൂഷനിലെത്തി. എന്നാൽ നമുക്കിനി യോനാട് തന്നെ ചോദിക്കാം. അധ്യാപകർ പറഞ്ഞു, യോനാട് ചോദിക്കാം. അപ്പം സൺഡേ സ്കൂൾ വിദ്യാർത്ഥി പറഞ്ഞു, ശരിയാ, സ്വർഗത്തിൽ ചെല്ലുമ്പം യോനായോട് ചോദിക്കാം, 3 ദിവസം നീ എവിടെ കിടന്നു? അപ്പൊ അധ്യാപകയ്ക്ക് പിന്നെ ഒരു സംശയം, യോന സ്വർഗത്തിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഉടനെ ആ പെൺകുട്ടി പറഞ്ഞു, യോന സ്വർഗത്തിലില്ലെങ്കിൽ നരകത്തിലാണെങ്കിൽ ടീച്ചർ പോയി അങ്ങ് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. യു ഗോ ആൻഡ് ആസ്ക്. യേശു ക്രിസ്തു പറയുന്നറിയാമോ? നിങ്ങൾക്ക് വിശ്വാസവും വേണം, 2 നിങ്ങൾ എന്നോട് ചോദിക്കുകയും വേണം. യു ആസ്ക് ഇൻ മൈ നെയിം. Now what James say about prayer? ഞാനല്ല കേട്ടോ, യാക്കോബ് പറയുന്നത്. What James say about prayer? James chapter 5:13-16. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെ. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? If anyone among you in trouble, let them pray. എന്താ പറഞ്ഞേ?
If anyone among you in trouble, ഒന്ന്, നിങ്ങളിൽ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. You pray. എന്നിട്ട് പിന്നെ പറയണേ, if anyone is happy, let him sing songs. Hallelujah. നാം സന്തോഷവാനാണെങ്കിൽ പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കണം. ജെയിംസ് പറയാണ്, പ്രാർത്ഥനയെ പറ്റി പറയാ. ഒന്ന്, if anyone is among you is trouble, let them pray. ജപം பண்ணுங்க. வாழ்க்கையில பிரச்சனை இருந்தா ஜெபம் பண்ணுங்க. You pray. You pray. If anybody is trouble, number one, you pray. If anybody is happy, let him sing songs. எந்த காலத்திலும் எந்த வேளையிலும் உண்மை நான் ஸ்துதிப்பேன். Praise the Lord. எந்த காலத்திலும் எந்த வேளையிலும் உண்மை நான் ஸ்துதிப்பேன். If anybody is happy, കോവിഡ് കാലത്ത് എന്തോ ഹാപ്പി അല്ലേ? എന്നെ സന്തോഷം. ദൈവത്തിന്റെ ആത്മാവുള്ളവൻ സന്തോഷവാനായിരിക്കും. Praise the Lord. യേശുവേ ഉന്മേ ഞാൻ സ്തുതിപ്പേൻ, സ്തുതിപ്പേൻ, എന്തോ വേളയിലും സ്തുതിപ്പേൻ. If anybody is happy, let them sing songs of praise. Number 3, James 3:5-3 says, if anyone among you is sick, let them call the elders of the church and pray over them. Third statement about prayer. നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും രോഗികളായിരുന്നാൽ, praise the Lord, അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങള് എൽഡേഴ്സിനെ വിളിക്കണമെന്ന്. യു കോൾ ദി പാസ്റ്റർ ഓർ ദി ഇവാഞ്ചലിസ്റ്റ്, മൂപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്. യു പ്രേ. പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിരിക്കുക. പ്രാർത്ഥിക്കണം. ഇഫ് എനിവൺ among you is sick, നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇടയിൽ ആരെങ്കിലും രോഗി ഉണ്ടെങ്കിൽ ചില പറയോ, പറയാ വേണ്ട അച്ഛാ, ആ രോഗത്തിന്റെ കാര്യം ആരും അറിയണ്ടാന്ന് പറയും. വേണ്ട, ആരും അറിയണ്ട, വെച്ചോണ്ടിരുന്നു. ചിലര് വിളിച്ചു പറയും, പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ. ചില പറയും, അച്ഛാ വന്നു പ്രാർത്ഥിക്കണമെന്ന്, കം ആൻഡ് പ്രേ. ചില പറയും, ഫോണിൽ കിടന്നു പ്രാർത്ഥിക്കാൻ. രാജു അയ്യാ ജപം പണ്ണുങ്ക, പ്രേ, പ്രാർത്ഥിക്കണമെന്ന്. ദാറ്റ് ഈസ് വാട്ട് ജെയിംസ് സേസ്. നിങ്ങളുടെ മൂപ്പനെ വിളിച്ച്, നിങ്ങളുടെ അച്ഛനെ വിളിച്ച്, നിങ്ങളുടെ ഉപദേശയെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്. Anoint them with oil in the name of the Lord. നാലാമതായിട്ട് വന്നിരിക്കുന്നത്, and the prayer offered in faith will make the sick person well. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കും. Praise the Lord. Do we have that faith today? Are we asking in Jesus' name? ഒന്ന് പറഞ്ഞു, if anyone among you is troubled, let him pray. If anyone is happy, let him sing. 3, if anyone among you is sick, let them call the elders and pray. 4, the prayer offered in faith 4 will make the sick person well. 5, ശ്രദ്ധിക്കണേ, യാക്കോബ് പറയാണ്, വളരെ മീനിങ്ഫുൾ ആണ് പറയാണ്, when you pray, if they have sinned, they will be forgiven. പ്രാർത്ഥിക്കുമ്പം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം, ആ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ കൂട്ടത്തില് അവന്റെ പാപവും ദൈവം ക്ഷമിക്കും. മലയാളം ഉണ്ടടുത്ത് വായിക്കണം കേട്ടോ. യാക്കോബ് 5:13-16 വരെ. എന്നിട്ട് യാക്കോബ് പറയാണ്, therefore confess your sins to each other and pray each other that you may be healed. പല രോഗങ്ങളും സൗഖ്യമാക്കാത്തതിന്റെ കാരണം എന്നറിയാമോ? നമ്മൾ അന്യോന്യം ക്ഷമ ചോദിച്ചിട്ടില്ല. പല രോഗങ്ങളും ഇന്നും നിന്നെ അലട്ടുവാൻ കാരണം, we have not forgiven and we have not sought forgiveness. നമ്മൾ ക്ഷമ ചോദിച്ചിട്ടില്ല, ക്ഷമ കൊടുത്തിട്ടില്ല, ക്ഷമിക്കാൻ നമുക്ക് മനസ്സില്ല. യാക്കോബ് പറയുകയാണ്, therefore confess your sins to each other and pray for each other so that you may be healed. നിങ്ങൾ അന്യോന്യം പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ഒരുത്തരോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടുമെന്ന്. എന്നിട്ട് 6-മതായിട്ട് ജെയിംസ് പറയുന്നുണ്ട്, the prayer of the righteous person is powerful and effective എന്നാ പറഞ്ഞേക്കുന്നത്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന ഗുണം ചെയ്യുമെന്ന്. മദ്രാസ് പാരിഷിലെ എന്റെ വിശ്വാസ ജനമേ, what we need to these days is
two kinds of people. Number one, people who have faith. Number two, we need a people who ask in the mighty name of Jesus Christ. Praise the Lord. അങ്ങനെ വിശ്വാസമുള്ളവര്, അങ്ങനെ ഉറപ്പുള്ളവര്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് കരങ്ങൾ ഉയർത്തി കർത്താവിനോട് സ്തോത്രം പറ. Lord, we have faith. Lord, at the same time, we will ask in your name. Praise the Lord. 6 കാര്യങ്ങള്. No, when I studied the book of James, I see 5 W of prayer. 5 W of prayer. യാക്കോബിന്റെ ലേഖനം പഠിക്കുന്ന ഉടനെ 5 W പറഞ്ഞിട്ടുണ്ട്. 5 W, 5 W's of prayer. 5:13-16. 5 W of prayer. ഒന്ന്, the first W is who should pray. James says anyone can pray. The second W, when should we pray. James says anytime we can pray. ഏത് സമയത്തും പ്രാർത്ഥിക്കാമെന്ന്. കാലയിൽ ജപം பண்ண முடியும், മധ്യാഹ്നം ജപം பண்ண முடியும், സായങ്കാലവും രാത്രിയിലും പ്രാർത്ഥിക്കാം. The third W, where should we pray? According to James, anywhere we can pray. The fourth W, why should we pray? Because God answers his prayer. And the last one, the last W, what should we pray? We can pray for anything. James 5:13-16, യേശു പറഞ്ഞു, നിങ്ങൾ ചോദിക്കണം, who should pray? Anyone. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കോൺട്രാക്ട് അല്ലേ? കോൺട്രാക്ട്. പള്ളിയിൽ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്ന കുറെ കോൺട്രാക്ട് പ്രാർത്ഥനക്കാർക്ക് കൊടുത്തിരിക്കുക പ്രാർത്ഥന. James says we should pray anywhere. Who should pray? Anyone can pray. When should we pray? Anytime we can pray. The 3W, where should we pray? Anywhere we can pray. And why should we pray? Because God answers prayer. Praise the Lord. പ്രാർത്ഥന കേൾക്കുന്നവനുണ്ടെന്ന്. What should we pray? COVID-19 മഹാമാരി മാറണമെന്നും പ്രാർത്ഥിക്കണമെന്നും. Praise the Lord. James 4:3 എന്ന ആ പ്രാർത്ഥനയെ പറ്റി വേറെ തിയോളജി പറയുന്നുണ്ട്. No, James 5 says you pray. But James 4:3, വേദപുസ്തകം എടുത്ത് വായിക്കണം. James 4:3 says, when you ask, another principle of prayer, when you ask, you do not receive, because you ask with wrong motives, that you may spend what you get on your pleasure. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നുണ്ട്, ഒന്നും കിട്ടത്തില്ല. വല്ലാതെ യാചിക്കാൻ വേദപുസ്തകം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഭോഗങ്ങളുടെ ചിലവിനുള്ള അപേക്ഷ ദൈവം കേൾക്കത്തില്ല. പക്ഷെ ജെയിംസ് പറയുന്നുണ്ട്, 6 കാര്യം പറഞ്ഞിട്ടുണ്ട്. If anybody is in trouble, let them pray. പ്രാർത്ഥിക്കണമെന്ന്. ഹല്ലേലൂയ. നിങ്ങളില് കലങ്ങി ഹൃദയമുള്ളവന് പ്രാർത്ഥിക്കണമെന്ന് ജെയിംസ് പറഞ്ഞിട്ടുണ്ട്, ഓർപ്പിക്കുന്നുണ്ട്. He says pray. He says pray. പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. Are we praying today? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഈ നാളുകളില്? ദൈവസന്നിധിയില് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരാം. മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയെ പറ്റി ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. Now here is a story of a prayer, a beautiful story of prayer. An old lady, and there was a little old lady who every morning stepped into her front porch, raised her hand and her arms to the sky and shouted, praise the Lord. ഒരിക്കൽ ഒരു വീടിന്റെ വരാന്തയിൽ എല്ലാ പ്രഭാതവും ഇറങ്ങി കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി എഴുന്നേറ്റിട്ട് പറയും, praise the Lord, praise the Lord, praise the Lord. One day an atheist moved into the house next door, and he became irritated at the little old lady every morning stepping in front of the house and saying, praise the Lord, praise the Lord. And this man was irritated at the little old lady. Every morning he did step into his front porch, and after her yelling, he will say, there is no Lord. ഒരു ദിവസം പുതിയ ഒരു അയൽക്കാരൻ ഈ അമ്മച്ചിയുടെ വീടിന്റെ അടുക്ക താമസിക്കാനായിട്ട് വന്നു. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. അമ്മച്ചി എന്നും വരാന്തയിൽ വന്ന്
കൈ ഉയർത്തി പറയും, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിരീശ്വരവാദി അത് കേട്ട് അരിശം മൂത്ത് അമ്മച്ചി പോന്ന പിന്നാലെ ഓർക്ക പറയും, ഒരു ദൈവവുമില്ല, ഒരു ദൈവവുമില്ല, ഒരു ദൈവവുമില്ല, ഒരു ദൈവവുമില്ല. ഇത് ദിവസങ്ങളോളം തുടർന്നുകൊണ്ടേയിരുന്നു. അമ്മച്ചി വിൽ സേ പ്രൈസ് ദി ലോർഡ്, ദിസ് മാൻ വിൽ സേ there is no Lord. അമ്മച്ചി വിൽ സേ പ്രൈസ് ദി ലോർഡ്, ദിസ് മാൻ വിൽ സേ there is no Lord. And they will shout as much as they can. Time passed with the two of them carrying on this way every day. One morning in the middle of the winter, the little old lady stepped into her front porch and shouted, praise the Lord. Please Lord, I have no food. I am starving. Provided me, oh Lord, some food. ഒരു തണുത്തുള്ള പ്രഭാതത്തിൽ തണുത്തു വിറച്ചുകൊണ്ട് വരാന്തയിൽ ഇറങ്ങി വിറങ്ങലിച്ചുകൊണ്ട് അമ്മച്ചി പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം കർത്താവേ, എനിക്ക് ആഹാരമില്ല, ഞാൻ പട്ടിണിയില്ല, എനിക്ക് നാളെ അല്പം ആഹാരം തരണമേ. And she went and slept. പോയി ഉറങ്ങി. And she woke up the next morning. അടുത്ത ദിവസം എഴുന്നേറ്റു. അടുത്ത ദിവസം രാവിലെ വിറച്ച് പുറത്തു വന്നപ്പോൾ she saw 2 bags of food. 2 ബാഗ് നിറച്ച സാധനം വീടിന്റെ വരാന്തയിൽ ഇരിക്കുന്നു. കൈ പൊക്കിയിട്ട് അങ്ങോട്ട് 2 സ്തോത്രം, ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. ഇത് പറയുകയും the atheist came forward and he said, no Lord has come here. The Lord did not hear your prayer. It is me who provided this food. ഞാനാണ് ഈ ബാഗ് ഇവിടെ കൊണ്ടുവച്ചത്, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടതല്ല. ഇത് കേട്ട അമ്മച്ചി അങ്ങോട്ട് കൈ ഉയർത്തി, ആകാശത്തോട്ട് കൈ ഉയർത്തി ഒരു 3 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ അങ്ങയ്ക്ക് സ്തോത്രം, എനിക്ക് വേണ്ടതെല്ലാം അങ്ങ് തന്നു. മാത്രമല്ല ഈ പിശാചിനെയും കൊണ്ട് അതിന്റെ കാശും കൊടുപ്പിച്ചു. The little old lady threw her arms into the air and shouted, praise the Lord and praise the Lord. He has provided for me with groceries and made this devil to pay for it. ദൈവം പ്രാർത്ഥന കേൾക്കുമോ? ദൈവം പ്രാർത്ഥന കേൾക്കുമോ? ചിലപ്പം നമ്മുടെ പ്രതിയോഗിയും കൊണ്ട് അവൻ നമ്മുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ, നമ്മുടെ അയലോകത്തെ പിറുപിറുക്കുന്നവനെ കൊണ്ട് ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. Our God is an awesome God. Our God is a great God. അഡ്രാസയുടെ വകയിലെ വലിയമോനങ്ങളിലും ആന്റിക്കും റോണിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ കോവിഡ് വന്നപ്പം മെസ്സേജ് ആഫ്റ്റർ മെസ്സേജ് അയച്ചു, പ്രേ, പ്രാർത്ഥിക്കണമെന്ന്. ഇന്ന് അവരെ ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കുകയാണല്ലോ. Because of the prayer of hundreds of people and the prayer of this humble family, God has healed them. ഇന്ത്യയിലും 10,000-30,000 കൂടെ ആൾക്കാർ മരിച്ചില്ലേ? When our people struggle, we pray for them. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോ, praise the Lord, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവൻ സൗഖ്യം നൽകി. You ask in Jesus' name in faith. Praise the Lord. Hallelujah. കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു സ്തുതി പറ. He answers prayer. അവന് പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്. ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ് ഗാന്ധിധാമിൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുമ്പോൾ ഒരു സഹോദരി ഒരു 3 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടോ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു. ഞാൻ എന്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഈ സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛാ, എന്റെ ഈ 3 വയസ്സുള്ള കുഞ്ഞ് ഒരു അത്ഭുതമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, വാട്ട് മിറക്കിൾ ഹാപ്പൻഡ്? എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞ് എന്റെ ഉദരത്തിൽ വളരുമ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് പോയി. ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അവന് അംഗവൈകല്യമുള്ളവനായിട്ട് ജനിക്കും, മരിച്ചു പോകും. അത് കേട്ടപ്പോഴേ അച്ഛാ പാതി ജീവൻ പോയെന്ന് പറഞ്ഞു. എന്നാലും ആ സഹോദരി അടുത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഇടവകയിലുള്ള ഒന്നിനോട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ആ സഹോദരിമാര് പറഞ്ഞു കൊടുത്തത് അറിയാമോ? മോളെ, നമുക്ക് പ്രാർത്ഥിക്കാം, let us pray. എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ 9 മാസം ഞങ്ങൾ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചു. എന്റെ ഭർത്താവ് പോലും സംശയിച്ചു പറഞ്ഞു, ഇങ്ങനെ അംഗവൈകല്യമുള്ള ഒരു പൈതലിനെ നമുക്ക് വേണോ? നമുക്ക് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കി കളയാം എന്ന് ആ ഭർത്താവ് പറഞ്ഞതായിട്ട് ആ ഭാര്യ എന്നോട് പറഞ്ഞു. അവൾ പറഞ്ഞു, വേണ്ട, ദൈവത്തിന്റെ ദാനമാണെങ്കിൽ അത് അവൻ നമുക്ക് സൗഖ്യമാക്കി തരും. ആ 9 മാസം പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ സഹോദരി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ഒരു കുറവുമില്ലാത്ത ഒരു കുഞ്ഞ്
ദൈവം ദാനം ചെയ്തു. 9-ാം മാസം വരെ പ്രശ്നമുണ്ടെന്ന് ഡോക്ടർമാർ വിധിച്ചപ്പോൾ 9-ാം മാസത്തില് ആ പ്രസവ ദിവസത്തില് അത്ഭുതകരങ്ങള് അവിടെ സ്പർശിച്ചു. ഞാൻ കണ്ടത് 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, ദിസ് ഈസ് ദി ആൻസേഴ്സ് ഓഫ് പ്രയർ. ഇത് പ്രാർത്ഥനയുടെ ഉത്തരമാണെന്ന്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ച് എന്റെ നാമത്തിൽ ചോദിക്കണമെന്ന്. ആസ്ക് ഇൻ മൈ നെയിം. He lives and he is powerful and he is living. He answers prayer. ഇന്ന് ഗായകസംഘം പാടിയല്ലോ തമിഴില്, എനിക്കിഷ്ടമുള്ളൊരു പാട്ടാ. യഹോവയിരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, തൻ അടിപ്പിണരാൽ സൗഖ്യം. യഹോവ ഷമ്മ കൂടെയിരിക്കും, നൽകും എന്നാവശ്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. മനോഹരമായിട്ട് തമിഴ് പാടിയത്. നമുക്ക് മലയാളത്തിൽ ഒരു ശിലു പാടാം. എന്റെ കൂടെ പാടുമോ? യഹോവയിരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ഷമ്മ കൂടെയിരിക്കും, നൽകുവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി എനിക്ക്. അവൻ എന്നെ സൗഖ്യമാക്കുന്ന കർത്താവ. ആ സൗഖ്യമാക്കുന്ന കർത്താവിൽ വിശ്വാസമുള്ളവര് നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് കൈകൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കരങ്ങളെ കാണുന്ന, നിങ്ങളുടെ വേദനകളെ കാണുന്ന, എന്റെ വേദനകളെ കാണുന്ന, നമ്മുടെ പ്രശ്നങ്ങളെ അറിയുന്ന, നമ്മുടെ രോഗത്തെ കാണുന്ന, നമ്മുടെ ദുഃഖത്തെ കാണുന്ന ദൈവം തമ്പുരാൻ പ്രോമിസ് ചെയ്തത്, യു ആസ്ക് ഇൻ ഫെയ്ത്ത് ആൻഡ് യു ആസ്ക് ഇൻ മൈ നെയിം, ഐ വിൽ ആൻസർ ഇറ്റ്. വേദവസം കൊണ്ടു നടന്നാ പോരല്ല, യു ബിലീവ് ഇൻ ദാറ്റ് വേർഡ്. ഷോക്കേസ് പുതിയ ബൈബിൾ മേടിച്ച് വെച്ചാ പോരാ, റീഡ് ഇറ്റ് ആൻഡ് ക്ലെയിം ദ പ്രോമിസസ് ഓഫ് ഗോഡ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചോദിച്ചു വാങ്ങാനാണ് എങ്ങനെയോട് പറഞ്ഞിട്ടുള്ളത്. യേശു പറഞ്ഞില്ലേ, നിങ്ങൾ ചോദിക്കുന്നില്ല, ആസ്ക്. And that is a second promise. The first one was the promise of an eternal heaven. സ്വർഗത്തിന്റെ വാഗ്ദാനങ്ങളെ തന്നു. അതുകൊണ്ട് രണ്ടാമതായിട്ട് പറഞ്ഞു, I will bless you. The promises of blessing. Ask in faith and ask in Jesus' name. We'll go to the third one. മൂന്നാമതിലേക്ക് കടന്നു പോകാം. The third promises. മൂന്നാമത്തെ അനുഗ്രഹം. According to the gospel, according to Saint John chapter 14. അവിടെ പറഞ്ഞിരിക്കുന്നത് the promise of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം. John chapter 14, 15 to 27. 15 മുതൽ 27 വാക്യങ്ങൾ എന്ന് വായിച്ച് നിങ്ങൾ കേട്ടതാണ്. John chapter 14, 15 to 17. യോഹന്നാൻ 14 ഉള്ളവരെടുത്ത് വായിച്ചാട്ട്. ഈ സൂമിന് വീഡിയോ ഓഫ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വേദപുസ്തകം എടുത്ത് വായിച്ചാട്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ 14, 15 തൊട്ട് 27 വരെ. അവിടെ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ പ്രോമിസ്, ടു എ ട്രബിൾഡ് ഹാർട്ട്, കലങ്ങിയ ഹൃദയമുള്ളവർ, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, എന്നിലും വിശ്വസിപ്പീൻ, ദൈവത്തിലും വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞ കർത്താവ് യോഹന്നാൻ 14 മൂന്നാമത് കൊടുത്ത അനുഗ്രഹം, ദി പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. യോഹന്നാൻ 14 1 ആരംഭിക്കുന്ന ഇങ്ങനെയാണ്, നിങ്ങളുടെ ഹൃദയം പറഞ്ഞാട്ടെ, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. John 14:1 says, do not let your heart be troubled. ചഞ്ചല ഹൃദയം എന്നാണ് നമ്മൾ അത് കണ്ട നേരം. നിരാശപ്പെട്ട ഹൃദയം, കലങ്ങിയ ഹൃദയം, perplexed heart, discouraged heart, troubled heart. ഈ കലങ്ങിയ ഹൃദയത്തിന്, നിരാശപ്പെട്ട ഹൃദയത്തിന്, ചഞ്ചല ഹൃദയത്തിന് നിത്യമായ പരിഹാരമായി നൽകിയത് സ്വർഗമാണ്. സ്വർഗം എന്ന വാഗ്ദാനമായിരുന്നു. എന്നാൽ അത് ഭാവികാലം സംഭവിക്കാനുള്ളതാണ്, ഇപ്പോഴല്ല. ഈ ഭാവികാലത്തെ പരിഹാരം തന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം മാറുമോ? അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്നത് ആ റിയാലിറ്റി കർത്താവിന്റെ വരവിൽ സംഭവിക്കേണ്ടതാണ്. എന്നാൽ വർത്തമാന കാലത്തെ പരിഹാരത്തിന് കർത്താവ് മറ്റൊരു വാഗ്ദാനം തന്നു. അതാണ് തേർഡ് പ്രോമിസ്. അത് വർത്തമാന കാലത്തിൽ തന്ന
ഇനിയും ഭാവി കാലത്തിലെ സ്വർഗത്തിൽ വരെ എത്തുന്നത് വരെയും നമുക്ക് ഈ പ്രതികൂലങ്ങളിൽ നമ്മോടുകൂടെ യാത്ര ചെയ്യാനായിട്ട് നമുക്കൊരു സന്തത സഹചാരിയെ തന്നു. പ്രൈസ് ദി ലോർഡ്. വർത്തമാനകാല പരിഹാരത്തിന് മറ്റൊരു വാഗ്ദാനം കർത്താവ് തന്നു. അത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദാനമാണ്. Though the heaven is a future solution, the present solution is a promise of the Holy Spirit. സ്വർഗം എന്ന വാഗ്ദാനം മരണത്തിനപ്പുറമോ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ സംഭവിക്കുന്ന ഒരു വാഗ്ദാനമാണ്. എന്നാൽ ആത്മാവ് എന്ന വാഗ്ദാനം കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം സംഭവിച്ച ഒരു വാഗ്ദാനമാണ്. ഇല്ലെങ്കിൽ അത് നമ്മൾ പറയുമ്പോൾ സംഭവിച്ച വർത്തമാനകാല അനുഗ്രഹമാണ്. Why the Spirit is given? എന്തിനാണ് പരിശുദ്ധാത്മാവിനെ തരാമെന്ന് പറഞ്ഞത്? You please read 14:16 onwards. ഒന്ന്, why the Spirit is given? യേശു പറഞ്ഞു, He will be with you forever. Forever എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല, നിത്യതയിലും കൂടെ ഇരിക്കാം. നമ്മുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഉണ്ടോ? മദ്രാസ് ഇടവകയിൽ ഞാൻ വികാരിയായിരുന്ന കാലത്തുണ്ടായിരുന്ന പലരും ഇന്നില്ല. അവരൊക്കെ നിത്യതയോട് ചേർക്കപ്പെട്ടു. അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട്. പലരും നിത്യതയിലേക്ക് പ്രവേശിച്ചു. ഞാൻ വിളിച്ചു പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മോടുകൂടെ ഇവിടെയും നിത്യതയിലും ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. He will be with you forever. അവൻ നിത്യതയോളം നമ്മോടുകൂടെ ഇരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായിട്ട്, why the Spirit is given? എന്തിനാണ് promise of the Holy Spirit? Why the promise of the Holy Spirit? ഈ പരിശുദ്ധാത്മാവ് എന്താണ്? The Bible says he is a spirit of truth. അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. He lives with you and he will be with you. He is the spirit of truth. എന്നിട്ട് യോഹന്നാൻ again പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് according to John 14:25, he will teach you all things. Young people, who is your teacher? ചെറുപ്പക്കാരെ, നമ്മുടെ അധ്യാപകർ ആരാ? No, every day we hear young people committing suicide. Young people ending up in distress. Young people, children, who is your teacher? You may say, such and such person is my teacher. Let me tell you this evening, my friend, my young children, teenagers, young people, Jesus is your teacher. More than that, Holy Spirit is your teacher. Every morning before you study, ask this teacher to give you good counseling. Education may either make you or break you. Knowledge കൊണ്ട് തകർന്ന ഒരുപാട് പേരുണ്ട്. പണ്ട് MBBS പഠിച്ച പ്രാർത്ഥിച്ച് വിട്ടോ ചെറുപ്പക്കാരനെ പറ്റി കേട്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ച MBBS വിട്ടത്. അപ്പം പറഞ്ഞ, അച്ഛാ വീട് പോലും വെച്ച് ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കി ഞാൻ എൻ്റെ മോനെ പഠിക്കാൻ വിട്ടു. നല്ല കാര്യം. അച്ഛാ അവൻ MBBS കഴിഞ്ഞു, MD കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അവൻ പറയാ, ഡാഡി, I don't think there is a God. ഡാഡി, ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ MBBS അവനെ പ്രാർത്ഥിച്ചു വിട്ട് അപ്പനോട് വന്ന് പറഞ്ഞ് ഈ അനുഗ്രഹങ്ങൾ, ഈ നോളജ് എല്ലാം കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു, there is no God. പഠിപ്പിച്ചോ? ദൈവമില്ലാതെ പഠിപ്പിച്ചോ? ഉള്ള സ്വത്തെല്ലാം പഠിപ്പിച്ചോ? അവസാനം തിരിച്ചു വന്ന് നമ്മുടെ പിള്ളേർ പറയരുത് there is no God. അവൻ ദൈവമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഇല്ലാതാവുന്നൊന്നുമില്ല കേട്ടോ. The best teacher that all we need is the Holy Spirit. He will teach you all things. എന്ന് പറഞ്ഞാൽ അതിന് മേളിൽ പറഞ്ഞിട്ടുണ്ട് John 14:17, he is the spirit of truth. സത്യമേ അവൻ പറയത്തുള്ളത്. An atheist asked a young girl, how big is your God? The young girl said, he is so big that the heaven cannot contain him. He is so small that he lives in my small heart. നിരീശ്വരവാദി ചോദിച്ചു, ദൈവം എവിടാന്ന്? കൊച്ചു പെൺകുട്ടി പറഞ്ഞു, അവന് സ്വർഗത്തെക്കാട്ടിൽ വലിയവനാണ്. സ്വർഗത്തെ അവൻ ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല, അത്രയ്ക്ക് വലിയവനാണ്. എന്നാൽ അവൻ ഒരു ചെറിയ മനുഷ്യനായി വന്ന് എന്റെ കൊച്ചു ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെന്ന്. Praise the Lord. Who helped that young girl to make that statement? It is Jesus and the Holy Spirit. My dear children and young people listening to me, if you have a problem in getting a best counselor or a best teacher, you bow down in your room in God's presence and ask him,
Holy Spirit, you be my teacher. എന്റെ ടീച്ചർ ആകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. And in John 14 again says, he will remind you of everything. അവൻ സകലവും നിങ്ങളെ ഓർമ്മിപ്പിക്കുമെന്ന്. ഞാൻ പറഞ്ഞ സകലവും അവൻ ഓർപ്പിക്കുമെന്ന്. എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ നിന്നെ അനാഥരായിട്ട് വിടുകയില്ല. എന്താ പറഞ്ഞത്? ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പിന്നെന്താ? ഭയപ്പെടരുത്. പിന്നെന്താ? ഭ്രമിച്ചു നോക്കണ്ട. പിന്നെന്താ പറഞ്ഞത്? സർവ മനുഷ്യർക്കും ഉണ്ടാ മഹാസന്തോഷം. പിന്നെന്താ പറഞ്ഞത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തില് വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാന് അവൻ അധികാരം കൊടുത്തു. പിന്നെന്താ പറഞ്ഞത്? God so loved the world that he gave his only begotten son, whoever believes in him shall not perish but have everlasting life. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്, വിശ്വസിക്കാത്തവന് ശിക്ഷാവിധിയുണ്ട്. He will remind you of all what I have taught you. ഞാൻ പറഞ്ഞതൊക്കെ അവൻ പഠിപ്പിക്കുമെന്ന്. എവിടാ എന്ന് പരിശുദ്ധാത്മാവ് ഉണ്ടോ? നമ്മുടെ കയ്യിലുണ്ടോ? Holy Spirit may be living in you, but he may not be presiding over your life. Ask the Holy Spirit to come upon your life and preside over your life and take control of your life. അടുത്തത് എന്താ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? According to John chapter 16 it says, he will convict the world of sin, righteousness and judgment. അവൻ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവന്നു, നീതിയെക്കുറിച്ച് ബോധം വരുത്തുവന്നു, ഒരു ന്യായവിധി ഉണ്ടെന്ന് ബോധം വരുത്തുവന്നു. ഓർത്തോണം, there is a day of the Lord and there is a judgment day where you have to give account of all what you have done. നാം ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കേണ്ടി വരും. My dear young people, all what you have been doing today is visible in the eyes of the Lord. The naked eye of the Lord is watching you and me. എന്നെയും നിന്നെയും കാണുന്ന ഒരു ദൈവമുണ്ട്. He will convict you about sin. If so, there will be transformation. He will convict you about righteousness. If so, you will have a sanctification. And he will convict you about judgment. If so, you will correct your life and follow the footsteps of the Lord. Praise the Lord. Then what the Spirit does? എന്താണ് ഇനി ചെയ്യുന്നത്? യോഹന്നാൻ 16:13, John 16:13, he will guide you in all the truth. നിന്നെ സകല സത്യത്തിലും അവൻ നിന്നെ വഴി നടത്തും. Praise the Lord. അവൻ സകല സത്യത്തിലും നിന്നെ വഴി നടത്തുമെന്ന്. That is why the Spirit is given. COVID-19 ആണെന്ന് പറഞ്ഞുകൊണ്ട് നിരാശനായിട്ട് മൂലക്കിരിക്കരുത്. ഹോ ഹല്ലേലൂയ. നമുക്ക് തന്ന മൂന്നാമത്തെ അനുഗ്രഹം എന്ന് വന്നിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി, സങ്കീർത്തനങ്ങളാലും ബാക്കി പറ, ആത്മാവിൽ നിറഞ്ഞവരായി, ബാക്കി പറ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും വീട്ടിലും തുള്ളി പാടിക്കൊണ്ട് കോവിഡ് ആകട്ടെ, ഗോലിയാത്ത് ആകട്ടെ, ഡേവിഡ് ആകട്ടെ, ആരാകട്ടെ, ഞാൻ ഭയപ്പെടുന്നില്ല. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളില് നിശ്ചലമായ ജലച്ചരികെ കൂരിന്റെ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. നന്മയും കരുണയും കൊണ്ട് എന്റെ ആയുഷ്കാലം അനുഗ്രഹിക്കുന്ന ദൈവമേ, നിന്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി നിന്നെ സ്തുതിപ്പാൻ കൃപ ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം. Let the Spirit of God with you forever. Let him give you the truth forever and teach you all things, remind you of everything and convict you about sin and righteous judgment, and he will guide you in all the truth. അവന് എന്നിട്ട് അവസാനമായിട്ട് എന്താ പറയുന്നത്? എന്തിനാ ആത്മാവിനെ തന്നിരിക്കുന്നത്? He will bring glory to me. അവന് എന്നെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് പരിശുദ്ധപ്പെടുത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവിന് നാം പ്രാധാന്യം നൽകുന്നുണ്ടോ? Are we giving importance to Holy Spirit these days? COVID-19 5-6 മാസമായിട്ട് കഷ്ടപ്പെടുകയാണല്ലോ. ഞാൻ പറയട്ടെ, let the Spirit of God control us. യോഹന്നാന് 14:1 പറയുന്നുണ്ട്, എന്താണ്? 14:1 says, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. That is what John 14:1 says. John 14:1 says കലങ്ങരുത്. എന്നാൽ കലങ്ങുന്ന ഹൃദയത്തിന് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്ന കർത്താവ്. ഞാനത് പറയാം. ഞാൻ പറഞ്ഞു 14:1 there were 3 kinds of heart. 3 രീതിയിലുള്ള ഹൃദയത്തെ പറ്റി ഞാൻ പറഞ്ഞു. ലാസ്റ്റ് വൺ വാസ് ജോയ്ഫുൾ ഹാർട്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്നു. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്നപ്പോൾ he has solved 3 problems. Number 1, he transformed. And what did he do? By the coming of the Holy Spirit, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ 14:1, കലങ്ങിയ ഹൃദയം
the perplexed heart become an unperplexed heart. എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ചഞ്ചല ഹൃദയം അചഞ്ചലമായ ഹൃദയമായിട്ട് മാറിയെന്ന്. That is the solution of the Holy Spirit. Number 2, the discouraged heart become an encouraged heart. നിരാശപ്പെട്ട ഹൃദയം എന്തായിട്ട് മാറി? പറഞ്ഞാട്ട് encouraged heart ആയിട്ട് മാറി. That is the work of the Holy Spirit. നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയെന്ന്. And thirdly, the troubled heart become a joyful heart. And that is the work of the Holy Spirit. 14:1 കലങ്ങരുതെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 14 അവസാനിപ്പിക്കുന്ന ഇങ്ങനാണ്: അചഞ്ചലമായ ഹൃദയം, ചഞ്ചല ഹൃദയം അചഞ്ചലമായ ഹൃദയമായിട്ട് മാറി. നിരാശപ്പെട്ട ഹൃദയം പ്രോത്സാഹനമുള്ള പോസിറ്റീവ് എനർജി ആയിട്ട് മാറി. അല്ലേ? ഇന്ന് പോസിറ്റീവ് ഡ്രിങ്ക് ഒക്കെ ഉണ്ട്, അത് കുടിച്ചുള്ള എനർജിയും പോകത്തേ ഉള്ളൂ. അത് നടക്കുകയല്ലേ പോസിറ്റീവ് എനർജി? ദൈവം ദാനമായിട്ട് തന്നിരിക്കുക. ഇത് എന്താ? The energy of the Holy Spirit, the empowerment of the Holy Spirit. The perplexed heart become an unperplexed heart. A discouraged heart will transform into an encouraged heart. ഞാൻ പറയട്ടെ എന്റെ വിശ്വാസ സമൂഹമേ, നമ്മളുടെ ജോലി കോവിഡ് വന്നോ? ശ്വാസം നടത്താൻ തുടങ്ങിയോ? തുടങ്ങി. എന്നാ പിന്നെ ചത്തുപോയിരിക്കും കേട്ടോ. ക്യാൻസർ പേഷ്യന്റ് എന്ന് കണ്ടു പറയാം. ക്യാൻസർ പേഷ്യന്റ് ആണോ? ക്യാൻസർ പേഷ്യന്റ്. ഞങ്ങളുടെ അടുത്തൊരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ടായിരുന്നു കേട്ടോ. തല ട്യൂമറ, ചത്തുപോയി. അതാ ക്യാൻസർ പേഷ്യന്റോട് എന്ന് പറയുന്നതാ. അവൻ അത് കേട്ട് ചത്തില്ലെങ്കിലേ ഉള്ളു അത് ചെയ്യും. നമ്മളുടെ ജോലി, യു ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ആൻഡ് ഡു ദ മിനിസ്ട്രി ഓഫ് എൻകറേജ്മെന്റ്. നിരാശപ്പെട്ടവനെ കുറച്ചുള്ള നിരാശയാക്കിക്കൊണ്ട് കുഴിക്കകത്ത് ചാടിക്കാനല്ല. യു എൻകറേജ് ഹിം. ദൈവത്തിന്റെ ഹിതം നടക്കട്ടെന്ന്. ബട്ട് യുവർ റെസ്പോൺസിബിലിറ്റി ഈസ് നോട്ട് ടു ഡിസ്കറേജ് ഹിം. I only believe in the will of the Lord, or the will of you. Don't need to go and tell all those things. ദൈവത്തിന് ഇഷ്ടമേ നടക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേലും. But my duty is not to discourage. Our duty is my duty. കോവിഡിന് മരുന്നൊന്നും കണ്ടുപിടിച്ചില്ല കേട്ടോ. മൂക്കടപ്പൊക്കെ ഉണ്ടോ, വയറിളക്കം ഉണ്ടോ, തീരും എന്ന് പ്രഖ്യാപിക്കാനല്ല എന്റെ ഫോൺ എടുത്ത് പ്രാർത്ഥിക്കണം. In the name of Jesus, I rebuke the power of pandemic. എല്ലാ മഹാമാരിയുടെ ശക്തിയെയും യേശുവിന്റെ നാമത്തില് ഞാൻ ഭർഷിക്കുന്നു. ആ രോഗബന്ധനം അഴിയട്ടെ എന്ന് പറയാൻ എന്നെ നിങ്ങളെ ഏൽപ്പിച്ചതില്ലെങ്കിൽ യാക്കോബ് ലേഖനം 5:11 Then instead of discouraging, you will be an encourager. ആരാ ബർന്നബാസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? He is known as a person of encouragement. പ്രോത്സാഹിപ്പിക്കുന്നവനായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2 വായിക്കുന്നുണ്ട്. 2 പറഞ്ഞിട്ടുണ്ട്, ആത്മാവ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ചഞ്ചലപ്പെട്ട പൗലോസ് എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പറഞ്ഞു. അവിടെ ഇരിക്കുന്ന ഇങ്ങനെ ഉറക്കെ പറഞ്ഞു. അവനെ നിരാശയൊക്കെ മാറി, ചഞ്ചല ഹൃദയം മാറി. Acts chapter 2. ചഞ്ചലപ്പെട്ട പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചെന്ന്. പിന്നെ പറഞ്ഞിരിക്കുന്നത്, പ്രവചന പുസ്തകങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞിട്ടുള്ള സകല പ്രവചനങ്ങളും പൗലോസ് പ്രസംഗിച്ചു. Acts 3:4. അപ്പോസ്തലപ്രവൃത്തി 3:4 പത്രോസ് യോഹന്നാനോട് അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളതായിരുന്നു നസറേയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. നിരാശനായ പത്രോസ് ആശ നൽകുക മാത്രമല്ല, ആശയില്ലാത്തവന്റെ അവന് പ്രത്യാശ നൽകി. കിടന്നവനെ എഴുന്നേൽപ്പിച്ച് അവന് വെളി കിടന്നവനാണെങ്കിൽ അവനെ അകത്ത് കയറ്റി അവനെ ദൈവത്തിന്റെ പൈതലാക്കി തീർത്തു. You have a ministry of encouragement in the name of the Holy Spirit and by the power of the Holy Spirit. Praise the Lord. അവിശ്വാസമുള്ളവർ പറ, I have an encouraging ministry. Lord, give me the grace to do an encouraging ministry in the coming days. അങ്ങനെ വിശ്വസിക്കുന്നവർ ഇരിക്കുന്ന സ്ഥാനത്ത് കരങ്ങൾ ഉയർത്തി സ്വോത്രം പറ. ഈ കരങ്ങൾ ദൈവത്തിൻ്റെതാ. ഈ കരങ്ങൾ ദൈവം തന്നതാ. Do the ministry of encouragement. അപ്പോസ്തലപ്രവൃത്തി 4:8 പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരിക്കലും 3 പ്രാവശ്യം തള്ളി പറഞ്ഞാൽ പറയാം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് ശക്തിയോടെ പ്രസംഗിച്ചെന്ന്. Acts 4:2, 4:12, 4:12 മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ലെന്ന് ഒരിക്കൽ പേടിച്ചവൻ വിളിച്ചു പ്രഖ്യാപിച്ചു. ഇറസ്പെക്റ്റീവ് ഓഫ് ദ കോൺസിക്വൻസസ്. എന്തും വരട്ടെ, എന്തും വരട്ടെ, ഭയമില്ലണ്ട, ഭയമില്ലണ്ട, ഭയമില്ല പെരിയവരെ, ഞാൻ சொல்றேன் യേശു சாமி. He is my savior and he is my way to heaven and he
fills me with the Holy Spirit. അപ്പോസ്തലർ 4:18 പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യരുതെന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാൾ അധികം ഞാൻ നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പ്രസംഗിച്ചു. ദാറ്റ് ഈസ് ദ മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? വല്ലവനും ചെയ്യുന്നവനിട്ട് പണിയല്ലാതെ. ആർ വി ഡൂയിങ് ഇറ്റ്? ഒരു കാര്യം പറയട്ടെ, കർത്താവിന്റെ വേല ചെയ്താലും പാര വെക്കരുത്. ഡു ദ മിനിസ്ട്രി. ചെയ്യുന്നവനെ പ്രോത്സാഹിപ്പിക്കുക. അചഞ്ചലനായ പത്രോസ് അവസാനം നമുക്കറിയാം പറഞ്ഞു, ഐ ആം നോട്ട് വർത്തി ടു ബി ഡൈ ലൈക്ക് മൈ സേവിയർ. എന്റെ കർത്താവിനെ പോലെ മരിക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞ് എന്നെ തലകീഴായി ക്രൂശിക്കണമെന്ന് പത്രോസ് പറഞ്ഞു. A man who was empowered by the Spirit. Perplexed heart become unperplexed. A discouraged heart become an encouraged heart. A troubled heart become a joyful heart. കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകാനായിട്ട് പത്രോസിനെ പ്രേരിപ്പിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാ പ്രിയമുള്ളവരെ. And we will go to the last promise. The fourth promise of a troubled heart. ഒന്ന് ഞാൻ പറഞ്ഞു the promise of heaven. രണ്ട് ഞാൻ പറഞ്ഞു സ്വർഗത്തിന്റെ വാഗ്ദാനം നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട് ഞാൻ പറഞ്ഞു greater blessings, വലിയ അനുഗ്രഹങ്ങളുടെ വാഗ്ദാനം നമുക്ക് തന്നിട്ടുണ്ട്. മൂന്ന് ഞാൻ പറഞ്ഞു the blessing of the Holy Spirit, the promise of the Holy Spirit. And finally, according to John chapter 4, we were given, or disciples were given, or we are promised the promise of peace. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. Peace I leave with you. My peace I give it to you. I do not give you the world gives. Do not let your heart be troubled and do not be afraid. യേശു തമ്പുരാൻ തന്റെ അവസാന വാക്കുകൾ പറഞ്ഞതാണിത്. I am assuring you a peace that the world cannot give you. Not worldly peace. ലോകം തരുന്ന സമാധാനമല്ലെന്ന്. Not worldly peace, but the peace of Jesus. ലോകത്തിലെ പീസൊക്കെ നമ്മളെ പീസസ് ആക്കുന്ന പീസാ. കാശുണ്ട് നമ്മുടെ കൂടെ ഇരിക്കും, കാശിലെ നമ്മളെ കൈവിടും, അങ്ങനെ സമാധാനമൊക്കെ ഉള്ളൂ. കർത്താവ് പറഞ്ഞ സമാധാനം എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല. The fourth promises of John's gospel. The fourth promises of a troubled heart. I am giving you peace. I am giving you peace. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും. നിങ്ങൾ ആത്മാവിൽ നിറയുമ്പോൾ, ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാ സമാധാനം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ നിറയുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം. Peace is a gift or a fruit of the Holy Spirit. ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാ സമാധാനം. യേശു പറഞ്ഞു ഞാൻ അതും നിങ്ങൾക്ക് തരുകയാണ്. What else we needed? What else we needed? Let us look with a positive heart of 4 promises. സ്വർഗം നമുക്ക് തന്ന ദൈവം, അനുഗ്രഹങ്ങൾ നമുക്ക് തന്ന ദൈവം യേശു തമ്പുരാൻ. 3 പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം. 4 സമാധാനത്തിന്റെ അനുഗ്രഹം. ലോകത്തിൽ ഒരിക്കൽ യേശു അല്ലാതെ മറ്റാരും ഇത് തരാമെന്ന് പറഞ്ഞിട്ടില്ല. വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയ വില്യം ടിൻഡേലിനെ പറ്റി ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. വില്യം ടിൻഡേൽ, a man who was instrumental in translating the Bible into English language. 1500-കളിൽ വേദപുസ്തകം പരിഭാഷപ്പെടുത്താനായിട്ട് ശ്രമിച്ച വില്യം ടിൻഡേൽ. And the rulers of that time, the King of England, charged him with heresy and they decided to kill him. വില്യം ടിൻഡേലിനെ കൊല്ലാൻ തീരുമാനിച്ചു. 1536 he was strangled to death. കഴുത്ത് ഞെരിച്ച് അദ്ദേഹത്തെ കൊന്ന വില്യം ടിൻഡേലിനെ. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ കത്തിച്ചു കളഞ്ഞെന്നാ പറഞ്ഞിരിക്കുന്നത്. He was burnt to death. കഴുത്ത് ഞെരിച്ചോണ്ടിരുന്നപ്പം വില്യം ടിൻഡേൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഇവിടെ കോവിഡ് വന്നിട്ട് പ്രാർത്ഥിക്കുന്നില്ല. വില്യം ടിൻഡേൽ തന്റെ കഴുത്ത് ഞെരുക്കിക്കൊണ്ടിരിക്കാൻ പ്രാർത്ഥിച്ചതാണ്, ലോർഡ് ഓപ്പൺ ദി ഐസ് ഓഫ് ദി കിങ് ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞ് അന്ത്യശ്വാസം വിട്ടു. I believe that statement is a statement
of a man who looked to heaven, who asked in Jesus' name, who was filled with spirit and who had a peace in his heart. തന്റെ കഴുത്ത് ഞെരുക്കിക്കൊല്ലുമ്പം സമാധാനത്തോട് പ്രഖ്യാപിച്ച സ്റ്റേറ്റ്മെന്റ് ആണ്, ദൈവമേ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ കണ്ണ് തുറക്കണേ. You go and find out the history. History says, even after the death, after 1 year of William Tyndale's death, the King of England has given permission to translate the Bible officially into English language. വേദപുസ്തകം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താനായിട്ട് ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം ഇംഗ്ലണ്ടിലെ രാജാവ് കൊടുത്തു. ഒരു മനുഷ്യന്റെ മരണസമയത്തെ പ്രാർത്ഥന, ദൈവമേ ഈ നാട്ടിലെ രാജാവിന്റെ കണ്ണ് തുറന്ന് തിരുവചനം ഒന്ന് പരിഭാഷപ്പെടുത്തി സാധാരണക്കാരൻ വായിക്കണേ. നമുക്ക് നടുവേന തുടങ്ങുന്നുണ്ട്, നമ്മൾ ചോദിക്കും ദൈവം ഉണ്ടോ, ദൈവം എവിടെയാ, ദൈവം എന്തിയേ, കോവിഡ് എന്താ മരുന്ന് വരാത്ത. ഇവിടെ ഒരു മനുഷ്യൻ ആത്മാവ് നിറഞ്ഞവരായിട്ട് കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു, ദൈവമേ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ കണ്ണു തുറക്കണേ. Let that be our prayer. ജീവിതത്തിൽ എങ്ങനെയെങ്കിലും മരിക്കട്ടെ, ജീവിതം എങ്ങനെ അവസാനിക്കട്ടെ, പക്ഷെ എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. സ്വർഗം കണ്ട് അവസാനിപ്പിക്കണം, സ്വർഗം കണ്ട് അവസാനിപ്പിക്കണം, നിത്യത കണ്ട് അവസാനിപ്പിക്കണം. മാത്രമല്ല പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവസാനിപ്പിക്കണം. സമാധാനം കൊണ്ട് അവസാനിപ്പിക്കണം. ജീവിതം എത്ര നീളമാകട്ടെ, വെരി ഷോർട്ട് ആൻഡ് ലോങ്, അത് നീളം എത്രയാണോ, 50 ആണോ 60 ആണോ 70 ആണോ 90 ആണോ, ആ ദൈവം നോക്കുന്നത് അതിന്റെ നീളമൊന്നുമല്ല. ഹി ലുക്സ് ഹൗ യു ലിവ്ഡ് ഓൺ ദിസ് എർത്ത്. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാം, നിത്യത നോക്കി യാത്ര ചെയ്യാം, വചനം പഠിച്ച് യാത്ര ചെയ്യാം, സമാധാനമുള്ളവരായി യാത്ര ചെയ്യാം, പ്രാർത്ഥിക്കുന്നവരായി യാത്ര ചെയ്യാം, യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നവരായിട്ട് യാത്ര ചെയ്യാം. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാം, ദിനവും എന്നെ പരനെ തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. നമുക്ക് തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്, എല്ലാവരും തലകളെ വണക്കിയാട്ട്, ആരും അലസരായിട്ടിരിക്കരുത്. മദ്രാസ് പാരിഷ് ഒരു ധ്യാനവും നടത്തിയ പ്രോഗ്രാം തീർന്നുള്ളതല്ല. ഇതുകൊണ്ട് ദൈവമേ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം തരണമെന്ന് പ്രാർത്ഥിക്കാം. Pray that God may give us a transformation. He may be in trouble. എന്നെ കേൾക്കുന്ന പലരും ട്രബിൾ ഉള്ളവരായിരിക്കാം. അത് രോഗമായിരിക്കാം, ദുഃഖമായിരിക്കാം, ഒരു പ്രതികൂലമായിരിക്കാം, ഒരു കഷ്ടതയായിരിക്കാം, ചിന്താഭാരമായിരിക്കാം, സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം, അത് രോഗമായിരിക്കാം, പ്രിയപ്പെട്ട ഭാരമായിരിക്കാം, എന്ത് തന്നെ ആയിരിക്കട്ടെ, God is in control. നമ്മുടെ തലകളെ വണക്കാം. ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ കരങ്ങൾ കോർത്ത് പിടിക്കാം, അടുത്തുള്ള കരം കോർത്ത് പിടിച്ചാൽ, ദൈവമേ give me a positive energy to think about heaven. Give me a positive mind to ask in Jesus' name in faith, and give me the power of the Holy Spirit so that I can be an encourager in me itself and to others, and also a man of peace, a peace from God, and also peace I give to others in the name of Jesus. ദൈവമേ അതിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. Let's pray for a deliverance in the name of Jesus. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ട് നമുക്ക് കേൾക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുക, ദിനവും എന്നെ പരനെ തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. നിങ്ങൾക്കും അവിടെ ഇരുന്ന് പാടാം. ഈ പാട്ട് കേൾക്കുമ്പോൾ വളരെ പരിചയമുള്ള ഒരു പാട്ടാണ്. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും പരനെ നന്ദിയാൽ. സർവദാനങ്ങൾക്കും ഉറവിടമാണെന്നേശുവേ, സർവനന്മകൾക്കും
സർവദാനങ്ങൾക്കും ഉറവിടമാണെന്നേശുവേ. നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയായി. നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയായി. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. നാഥൻ തിരുക്കരം തേടിയെത്തി എന്നെ മാറോടു ചേർത്തണച്ചു. നാഥൻ തിരുക്കരം തേടിയെത്തി എന്നെ മാറോടു ചേർത്തണച്ചു. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണെന്നേശുവേ. നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയായി. പരിശുദ്ധാത്മാവാൽ നിറയ്ക്ക അനുദിനവും എന്നെ പരനേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്ക അനുദിനവും എന്നെ പരനേ. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണെന്നേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണെന്നേശുവേ. നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയായി. 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 നമുക്ക് ഏകാഗ്രമാക്കാം. കരങ്ങളെ കോർത്തു പിടിച്ചുകൊണ്ടിരുന്നതായിട്ട് നമ്മൾ ഒരിച്ചു പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹോൾഡ് യുവർ ഹാൻഡ്സ് ടുഗദർ. ഇഫ് യു ആർ അലോൺ, രണ്ട് കരങ്ങളും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മധ്യം എഴുന്നേൽക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു.
അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു. ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളില് കർത്താവ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കൂടെ ഇരിക്കുക. സ്തോത്രം കർത്താവെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തന്ന വാഗ്ദാനത്തിനായിട്ടും അതിന്റെ എംപവർമെന്റിനായി സ്തുതിക്കുന്നു കർത്താവെ. സ്വർഗീയ ദർശനം കണ്ട് മുന്നേറുവാൻ സഹായിക്കണമേ. അങ്ങോട്ട് ചോദിച്ച് അനുഗ്രഹം സഹായിക്കണം. അങ്ങയുടെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. എന്നാൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന ആരെങ്കിലും, കരങ്ങൾ കോർത്ത് പിടിച്ചിരിക്കുന്ന ആരെങ്കിലും കർത്താവെ ജീവിതത്തില് വിഷാദത്താലോ ദുഃഖത്താലോ പ്രതികൂലങ്ങളാലോ സാമ്പത്തിക പ്രതിസന്ധികളാലോ കർത്താവെ പാപത്തിന്റെ അടിമയിലോ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ രാത്രികാലം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ കരങ്ങള് അവരെ സ്പർശിക്കട്ടെ. ഉന്നതനായ ദൈവം ഇറങ്ങി വന്ന് കാരാഗ്രഹത്തിലെ കർത്താവെ വാതിലുകളെ പൊളിച്ച് തന്റെ ജനത്തെ വിടുവിച്ചതുപോലെ ഇന്ന് അന്ധകാരത്തിന്റെ ബന്ധനങ്ങളെ തകർത്ത് അവിടുന്ന് ഒരു അനുഗ്രഹം നൽകണമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord, we know that we have victory in the name of Jesus. കർത്താവെ കലങ്ങിയവർക്ക് സ്വർഗത്തിന്റെ വാഗ്ദാനം നൽകി അനുഗ്രഹിച്ചവനെ, ഹല്ലേലൂയ, അനുഗ്രഹം നൽകി അനുഗ്രഹിച്ചവനെ, ഹല്ലേലൂയ, ആത്മാവ് നൽകി അനുഗ്രഹിച്ചവനെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സമാധാനം നൽകി കർത്താവെ ഞങ്ങളെല്ലാവരെയും ആ വാഗ്ദാനം നൽകി അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.